നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 6/6/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകർ. വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 264, RSS 5 കിലോ 261, ISN20 210, ലാറ്റക്സ് 60% ഡിയാസിൽ 168. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 264, RSS 5 കിലോ 261. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 256, RSS 5 കിലോ 253. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 337 പൈസ, RSS 5 കിലോ 299 93 പൈസ. ഈ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 156, 60% DRC ഒട്ടുപാൽ കിലോ 117. കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 255, ലോട്ട് കിലോ 215 മുതൽ 220. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 258, RSS 4 257 5 പൈസ, RSS 5 250, ലോട്ട് 215, ഒട്ടുപാൽ 151 വരെ. കേരളത്തിലെ ഫീൽഡ് ലാറ്റിക്സ് 235, ഫാക്ടറി വില 245 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 11,750, 30% DRC ഉള്ള 200 ലിറ്റർ 14,100, 35% DRC ഉള്ള 200 ലിറ്റർ 16,450, 40% DRC ഉള്ള 200 ലിറ്റർ 18,800. ഇനി കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 256, RSS 5 കിലോ 253, ISN20 210 മുതൽ 211 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 137 മുതൽ 150 രൂപ. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാത്തിരുന്ന ടാപ്പിംഗ് നടക്കാതെ പോവുകയാണ്. കാരണം നല്ല മഴയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,275, ഒരു പവൻ 1,14,200. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപയും 1 പവൻ്റെ മുകളിൽ 280 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങയിൽ 70, പച്ചത്തേങ്ങ 40 മുതൽ. എന്തായാലും നമ്മുടെ നാട്ടിൽ മുമ്പ് വളരെ ഏറെ പ്രയാസം തന്നെയായിരുന്നു. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. മങ്കട പാലക്കൽ നൗഫലിൻ്റെ മകൻ നസൽ 7 വയസ്സാണ് മരിച്ചത്. മെയ് 14 സംഭവം. മങ്കട പാലക്കൽ നൗഫലിൻ്റെ മകൻ നസലാണ് മരിച്ചത്. 21 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുടുംബസമേതം വിനോദയാത്രയ്ക്ക് പോകാനായി പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയപ്പോൾ റോഡിൽ വച്ചാണ് നസലിനെ പാമ്പ് കടിച്ചത്. കടിച്ച പാമ്പിനെയും കൊണ്ടാണ് ചെന്നത്. ആൻറ്റിവനമില്ലാത്ത പാമ്പാണിത്. കുട്ടിയുടെ നില മോശമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വൃക്കേസം ബാധിച്ചിരുന്നതിനാൽ ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി വരികയായിരുന്നു. ഇന്നലെ രാവിലെ മരിച്ചു. എന്തായാലും നമുക്ക് കരുതലോടെ മുന്നേറാം. നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായി കാടൊക്കെ വെട്ടിത്തെളിച്ച് സംരക്ഷിച്ച് നിർത്തുക. നല്ല മഴയാണെങ്കിലും മഴയില്ലാത്തപ്പോൾ ഈ ദ്വാരങ്ങളുടെ അകത്ത് നല്ല ചൂടായിരിക്കും. ആ ചൂട് സമയത്തായിരിക്കും പാമ്പുകൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് കുഴിമാടങ്ങളൊക്കെ നല്ലതുപോലെ അടച്ച് വൃത്തിയായി സൂക്ഷിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.